നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ലഷ്കർ ഇ തോയ്ബയുടെ മേധാവിയായിട്ടുള്ള ഹഫീസ് സയ്യിദ് ഇന്ത്യ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഭീകരനാണ്, അന്താരാഷ്ട്ര ഭീകരനാണ്. ഐക്യരാഷ്ട്രസഭയും അമേരിക്കയും അടക്കമുള്ള ധാരാളം രാജ്യങ്ങളും ഏജൻസികളുമെല്ലാം ഭീകരനായി പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ് ഈ ഹഫീസ് സയ്യിദ്. ലഷ്കർ ഇ തോയ്ബ എന്ന ഭീകര സംഘടനയുടെ സ്ഥാപകനും ഇപ്പോഴത്തെ മേധാവിയും ഒക്കെയാണ്. മുംബൈ ഭീകരാക്രമണവുമായി ഒക്കെ ബന്ധപ്പെട്ട് ഇന്ത്യ തേടിക്കൊണ്ടിരിക്കുന്ന ഒരു കൊടും ക്രിമിനലാണ്. ഇന്ത്യയിൽ നടന്ന നിരവധി തീവ്രവാദി ആക്രമണങ്ങളുടെ പ്രധാന സൂത്രധാരനുമാണ്. ലഷ്കർ ഇ തോയ്ബയുടെ തലവനായിട്ടുള്ള ഹഫീസ് സയ്യിദിനെ ഇല്ലാതാക്കാൻ, ഇയാളെ വധിക്കാൻ ഇന്ത്യക്ക് ഒരു സുവർണ അവസരം കൈവരുന്നുണ്ടോ? ആ സുവർണ അവസരം ഇന്ത്യ പ്രയോജനപ്പെടുത്തുമോ? അതായത് ഉടൻ തന്നെ ഹഫീസ് സയ്യിദിനെ ഇല്ലാതാക്കാൻ ഇന്ത്യ നീക്കങ്ങൾ ആരംഭിക്കുമോ? ഈ ചോദ്യം ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്. അതായത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് പാകിസ്ഥാനിൽ ഈ ലഷ്കർ ഇ തോയ്ബയും അതുപോലെ തന്നെ മറ്റൊരു ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദും ചേർന്ന് ഇന്ത്യക്കെതിരെ ഒരു സംയുക്ത നീക്കം നടത്തുന്നു, സംയുക്ത ഓപ്പറേഷൻ നടത്തുന്നു എന്ന വാർത്ത പുറത്തു വന്നത്. ഇതിന്റെ ഭാഗമായി പാക് അധീന കശ്മീരിൽ ഇവർ യോഗം ചേരുകയും എങ്ങനെയാണ് ഈ രണ്ട് ഭീകര സംഘടനകളും ചേർന്ന് ഒരൊറ്റ കമാൻഡിൽ ഇന്ത്യക്കെതിരെ ഓപ്പറേഷൻ നടത്താൻ കഴിയും എന്നൊക്കെ കാര്യങ്ങളാണ് ആ യോഗത്തിൽ ഇവർ ചർച്ച ചെയ്തത്. ഈ ചർച്ചയ്ക്കൊടുവിലാണ് ഒരു വലിയ പദ്ധതി, ഇന്ത്യക്കെതിരായിട്ടുള്ള ഒരു വലിയ പദ്ധതി അവർ തയ്യാറാക്കിയതെന്നും ആ പദ്ധതി നടപ്പാക്കാനായി അവർ തുടങ്ങിയതെന്നും വാർത്ത വന്നിരുന്നു. ഇപ്പോൾ ഇതാ ഇന്റലിജൻസ് ഏജൻസികൾ നൽകുന്ന പുതിയ ഇൻപുട്ട് അനുസരിച്ച് ഈ പദ്ധതി, ലഷ്കർ ഇ തോയ്ബയുടെയും അതുപോലെ തന്നെ ഹിസ്ബുൾ മുജാഹിദിന്റെയും ആക്രമണ പദ്ധതി അന്തിമ ഘട്ടത്തിലേക്ക് എത്തുന്നു എന്നതാണ്. അതായത് പാക് അധീന കശ്മീരിൽ നിന്നും ഏതാനും ചില ഭീകരവാദികൾ നുഴഞ്ഞു കയറാനുള്ള ശ്രമം നടത്തുന്നു. നുഴഞ്ഞു കയറുന്നു എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലേക്കല്ല, നേരെ മറിച്ച് അവർ ബംഗ്ലാദേശിലേക്കാണ് മൂവ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശിന്റെ ഇന്ത്യയോട് ചേർന്ന അതിർത്തി പ്രദേശങ്ങളിൽ നേരത്തെ തന്നെ ലഷ്കർ ഇ തോയ്ബ ചില യൂണിറ്റുകൾ അവിടെ ആരംഭിച്ചിരുന്നു. അവിടെ ലഷ്കർ ഇ തോയ്ബയ്ക്ക് ചില പ്രവർത്തനങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ മദ്രസകളുടെ മറവിലാണത് നടക്കുന്നത്. ഈ പറയുന്ന ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ ബംഗ്ലാദേശിന്റെ ഭാഗത്ത് കഴിഞ്ഞ കുറെ നാളുകളായി ധാരാളം മദ്രസകൾ തുറന്നു പ്രവർത്തിച്ചിരുന്നു. ഈ മദ്രസകളിലേക്കാണ് ലഷ്കർ ഇ തോയ്ബയുടെ മുതിർന്ന ഭീകരന്മാർ യാത്ര ചെയ്യുന്നതും അവിടെ ചിലർക്ക് പരിശീലനം നൽകുകയും ഒക്കെ ചെയ്യുന്നത്. ലഷ്കർ ഇ തോയ്ബയുടെ 9 അംഗ സംഘം, ലഷ്കർ ഇ തോയ്ബയുടെയും അതുപോലെ തന്നെ ജെയ്ഷെ മുഹമ്മദിന്റെയും 9 അംഗ സംഘമാണ് ഇപ്പോൾ പാക് അധീന കശ്മീരിൽ നിന്നും ബംഗ്ലാദേശിലേക്ക് എത്താൻ പോകുന്നത്. അവിടെ അവർ എത്തിക്കഴിഞ്ഞാൽ അവർ ഇന്ത്യയെ ആക്രമിക്കുന്നതിന് ആവശ്യമായ പരിശീലനമായിരിക്കും ഈ ബംഗ്ലാദേശ് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ നടക്കുക. നൂറുകണക്കിന് ഭീകരന്മാരെ അവിടെ ഇതിനോടകം തന്നെ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. മാത്രമല്ല ISIയുടെ സഹായത്തോടുകൂടി, ISI ആണ് ഇതിനു വേണ്ട എല്ലാ തിരക്കഥയും ഒരുക്കുന്നത്, ISI ആണ് ഇതിനു വേണ്ട നിർദ്ദേശങ്ങളെല്ലാം നൽകുന്നത്. പാക് ചാരസംഘടനയായ ISIയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ലഷ്കർ ഇ തോയ്ബയും ജെയ്ഷെ മുഹമ്മദും ഇത്തരത്തിലൊരു പദ്ധതി ആവിഷ്കരിക്കുന്നത്. കഴിഞ്ഞ കുറെ നാളുകളായി ലഷ്കർ ഇ തോയ്ബയുടെ ചില സ്ഫോടന വിദഗ്ധന്മാർ, ബോംബ് ഉണ്ടാക്കാൻ വിദഗ്ധന്മാരായിട്ടുള്ള ചില ഭീകരന്മാർ ബംഗ്ലാദേശിലേക്ക് കടന്നു എന്ന റിപ്പോർട്ടുകളുണ്ട്. എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കെതിരെ ചെറിയ ചെറിയ ആക്രമണങ്ങളല്ല അവർ ലക്ഷ്യം വയ്ക്കുന്നത്, ഒരു വലിയ സ്ഫോടനം തന്നെയാണ് അവർ ലക്ഷ്യം വച്ചിരുന്നത്. ദില്ലി ഭീകരാക്രമണ കേസിൽ അതിനു മുമ്പ് ഭീകരന്മാരെ അറസ്റ്റ് ചെയ്യുമ്പോൾ അവരുടെ കയ്യിലുണ്ടായിരുന്നത് 3000 കിലോഗ്രാം സ്ഫോടക വസ്തുക്കളാണ്. എന്ന് പറഞ്ഞാൽ വലിയ വലിയ സ്ഫോടനങ്ങൾ ഈ രാജ്യത്ത് ആകമാനം നടത്താനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും അവർ പൂർത്തിയാക്കിയിരുന്നു എന്ന് വേണം അതിൽ നിന്നും മനസ്സിലാക്കാൻ. സമാനമായ രീതിയിൽ ഒരുപക്ഷെ അതിനേക്കാൾ വലിയ ആക്രമണം നടത്താനാണോ ലഷ്കർ ഇ തോയ്ബയും ജെയ്ഷെ മുഹമ്മദും ബംഗ്ലാദേശിന്റെ മണ്ണിൽ നിന്നും പദ്ധതിയിടുന്നത് എന്നാണ് ഇപ്പോൾ ഇന്റലിജൻസ് ഏജൻസികൾ സ്വാഭാവികമായും സംശയിക്കുന്നത്. ഇവർക്ക് കിട്ടിയ മറ്റൊരു പ്രധാനപ്പെട്ട വിവരം എന്ന് പറഞ്ഞാൽ ഈ പദ്ധതിയുടെ ഏറ്റവും അവസാന ഘട്ടത്തിൽ ഹഫീസ് സയ്യിദ് സ്വയം പാകിസ്ഥാനിൽ നിന്ന് ബംഗ്ലാദേശിലെത്തും എന്നാണ്. അവിടെ ഇരുന്നു കൊണ്ട്, ബംഗ്ലാദേശിൽ ഇരുന്നു കൊണ്ടായിരിക്കും ഹഫീസ് സയ്യിദ് ഈ ഭീകരാക്രമണങ്ങൾക്ക് നേതൃത്വം നൽകുക എന്നും ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ചെറിയ ആക്രമണമൊന്നുമല്ല, വലിയ ആക്രമണം ഈ ലഷ്കർ ഇ തോയ്ബയുടെയും ജെയ്ഷെ മുഹമ്മദിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടത്താനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. അത് അതിൻ്റെ അന്തിമ ഘട്ടത്തിലാണ്. ഇവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പശ്ചിമ ബംഗാളും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുമാണ്. ഇവിടങ്ങളിലാണ് വലിയ സ്ഫോടനങ്ങളും കലാപങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ ഈ ഭീകര സംഘടനകൾ സംയുക്തമായി ശ്രമിക്കുന്നത്. ഇവരുടെ ഈ പദ്ധതി അന്തിമ ഘട്ടത്തിലാണ് എന്ന് പറയാനായി ചില തെളിവുകളും ഇന്റലിജൻസ് ഏജൻസികൾക്ക് ലഭിച്ചിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, നേരത്തെ പറഞ്ഞതുപോലെ ധാരാളം മദ്രസകളും പള്ളികളും ഇന്ത്യൻ അതിർത്തിയോട് ചേർന്ന് ബംഗ്ലാദേശിൽ കഴിഞ്ഞ കുറെ കാലങ്ങളായി നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. ഈ പള്ളികളിലേക്കാണ് ഭീകരന്മാർ എത്തുന്നത്. ഈ മദ്രസകളും പള്ളികളുമെല്ലാം കഴിഞ്ഞ 1-2 ദിവസത്തിനുള്ളിൽ
ഇത് പൂർണ്ണമായും പൂട്ടിപ്പോയിരിക്കുന്നു, ഇതിൽ ഭൂരിഭാഗം മദ്രസകളും പൂട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വലിയ ആക്രമണ പദ്ധതി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഒരു ആക്രമണം നടന്നാൽ ആ ഭാഗത്തേക്ക് ഇന്ത്യയുടെ ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് മുൻകരുതലായി സ്വീകരിച്ചുകൊണ്ടാണ്, അങ്ങനെ ഒരു ആക്രമണം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോഴവിടെയുള്ള മദ്രസകളും മറ്റ് ഇസ്ലാമിക പള്ളികളും എല്ലാം അവിടെ നിന്നും പൂട്ടി നീക്കം ചെയ്തിരിക്കുന്നത് എന്നാണ് ഇന്റലിജൻസ് ഏജൻസികൾ വിലയിരുത്തുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഹഫീസ് സയ്യിദ് പാകിസ്ഥാനിൽ നിന്ന് പുറത്തു കടന്ന് ഇന്ത്യയോടടുത്ത് ബംഗ്ലാദേശ് പോലെയുള്ള ഒരു രാജ്യത്ത് വന്നാൽ തീർച്ചയായും അത് നമ്മുടെ രാജ്യത്തിന് കിട്ടുന്ന ഒരു അവസരമല്ലേ? ലഷ്കർ-ഇ തോയ്ബയുടെ തലവനെ അവിടെ വച്ച് തീർക്കാൻ നമുക്ക് കഴിയില്ലേ? ഈ ഒരു അവസരം ഇന്ത്യ ഉപയോഗപ്പെടുത്തുമോ എന്ന ചോദ്യങ്ങളും ബാക്കിയാവുകയാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അത്തരമൊരു വലിയ കോൺസ്പിറസി, അത്തരമൊരു വലിയ ഗൂഢാലോചന ഈ രാജ്യത്തിനെതിരെ നടക്കുന്നുണ്ട് എങ്കിൽ നമ്മുടെ രാജ്യവും നമ്മുടെ സുരക്ഷാ സേനയും ഇന്റലിജൻസും ഇതിനേക്കാൾ അപ്പുറത്തെ മറ്റു ചില പദ്ധതികൾക്ക് രൂപം നൽകിയിട്ടുണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഹഫീസ് സയ്യിദ് ഈ പറയുന്നത് പോലെ ബംഗ്ലാദേശിലെത്തിയാൽ, ഇന്ത്യക്കെതിരായിട്ടുള്ള പ്രവർത്തനം അവിടെ നിന്ന് നടത്തിയാൽ അവിടെ വച്ച് തീർക്കാൻ, അതായത് ബംഗ്ലാദേശിൽ വച്ച് തന്നെ ഹഫീസ് സയ്യിദിനെ തീർക്കാനുള്ള തയ്യാറെടുപ്പുകൾ ഇന്ത്യൻ സേനയും ചെയ്യുന്നതായി റിപ്പോർട്ടുകളുണ്ട്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.